ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വേണുവും രേവതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക അനന്തപുരിയിൽ വിടുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നവ്യയും നയനയും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മളുടെ മകൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടിച്ചു കയറാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മളുടെ മകൾക്ക് അവിടെ സ്ഥാനം ഉറപ്പിക്കാനും പറ്റും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ തിളപ്പിച്ച് അനന്തപുരിയിലേക്ക് വിടണമെന്ന് വേണുവിൻ്റെ അടുത്ത് രേവതി പറയുകയാണ്. പിന്നീട് അനാമിക അവിടേക്ക് വരികയാണ്. അപ്പോൾ പിന്നീട് രേവതി അനാമികയോടായി ഉപദേശം. ഇപ്പോൾ പറ്റിയ സമയമാണ്. നയനയും നവ്യൊന്നും അവിടെ ഇല്ലല്ലോ. അനിയുടെ അപ്പച്ചിക്കാണെങ്കിലും അനിയുടെ അമ്മയ്ക്കും ദേവയാനിക്കുമൊക്കെ മോളെടുത്താണല്ലോ കൂടുതൽ സ്നേഹം. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹം കൂടി പിടിച്ച് പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ മോൾക്ക് കുറഞ്ഞത് ഒരു ഡയമണ്ടെങ്കിലും കിട്ടും എന്നൊക്കെയാണ് രേവതി അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നത് നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, അവിടെ ഉള്ളവന്മാർ പൊട്ടന്മാരൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അവരെ അംഗീകരിക്കാനെന്ന്. എന്നാലും മോൾ നമുക്ക് കിട്ടിയ അവസരം പാഴാക്കരുത്, അത് മുതലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഉപദേശമായിട്ട് കൊടുക്കുകയാണ് അനാമികയ്ക്ക്. ഇത് രേവതി പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് കോലം വരയ്ക്കാൻ അറിയാമായിരുന്നു, ഈ കാര്യങ്ങൾ എത്തിക്കൂടി എളുപ്പമായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ വേണു ചോദിക്കുകയാണ്, കോലം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ്, നയന എന്ന് പറയുന്നവൾ കോലവും വരച്ച് അടുക്കള പണികളൊക്കെ ചെയ്തല്ലേ അവിടെ ഉള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചതെന്ന്. ഇപ്പോൾ നമ്മുടെ മോൾക്ക് അടുക്കള പണി അറിയത്തില്ല, ഒരു കോലവും വരയ്ക്കാൻ അറിയത്തില്ല എന്ന് രേവതി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വേണു പറയുകയാണ്, നയന എന്ന് പറയുന്നവൾ ഡിസൈനിങ് കൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചതെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, അച്ഛൻ പറഞ്ഞ ശരിയായ കാര്യമാണ്. സ്വന്തം മകൻ MD ആയിരിക്കുന്ന കമ്പനിയിൽ കോടിക്കണക്കിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏതൊരമ്മയ്ക്കും അഭിമാനം തന്നെയാണല്ലോ എന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നയനയുടെ മുമ്പിൽ എല്ലാവരും താഴ്ന്നു കൊടുക്കുന്നതെന്ന്. എന്നിട്ട് അനാമികയുടെ അടുത്ത് വേണു പറയുകയാണ്, മോൾ അവിടേക്ക് ചെല്ലണം, ചെന്നിട്ട് ഞങ്ങൾ അടിക്കടിക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. ഇപ്പോൾ അവിടെ 2 മരുമക്കളും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്കും അവിടെ എപ്പോഴും വേണമെങ്കിലും വരാൻ, വേണമെങ്കിൽ ഞാൻ അമ്മേനെ അങ്ങോട്ട് പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, വേണേട്ടനോ എന്ന്. അപ്പോൾ വേണു പറയുകയാണ്, വേണമെങ്കിൽ ഞാനും വരാമെന്ന്. അതിനുശേഷം രേവതിയും വേണുവും കൂടി ഉപദേശം കൊടുക്കുകയാണ്, മോള് അനന്തപുരിയിലേക്ക് പോകണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കണം എന്നൊക്കെയാണ് ഓരോന്നും അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നത്. അനാമിക അനന്തപുരി പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അനന്തപുരിയാണ് കാണിക്കുന്നത്. ദേവയാനി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെയ്ക്കും വന്നിട്ടില്ലല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഇനി അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന്. അപ്പോൾ ജയൻ പറയാണ്, അന്നദാനത്തിനുള്ള സമയമൊക്കെ കഴിഞ്ഞില്ലേ, എന്നിട്ടും കണ്ടില്ലല്ലോ എന്ന്. അതിനുശേഷം അവർ നയനയുടെ കാര്യങ്ങളൊക്കെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തിയും വലിയമ്മയും തമ്മിലുള്ള പിണക്കം എത്രയും വേഗം തീർക്കണമെന്നിങ്ങനെ പറയുമ്പോൾ മുത്തച്ഛനും പറയുകയാണ്, അത് തന്നെയാണ് എനിക്ക് നിൻ്റെ അടുത്തും പറയാനുള്ള, നീയും അനാമികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടനെ തീർക്കണമെന്ന്. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് മാറുമെന്ന് തോന്നുന്നില്ല, ഇവനിക്ക് അനാമികയോടും ഭയങ്കര വെറുപ്പാണ്, അനാമികയ്ക്ക് തിരിച്ച് ഇവനോടും ഭയങ്കര വെറുപ്പ് തന്നെയാണെന്ന്. അജയനെ മുത്തശ്ശൻ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, അച്ഛനായ നീ തന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു, നല്ല രീതിയിൽ ഓരോ ഉപദേശം കൊടുത്ത് അവർ തമ്മിൽ ഒന്നിപ്പിക്കുകയല്ലേ വേണ്ടതെന്ന്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കില്ല, പിന്നെയാണോ ഞാൻ പറഞ്ഞിട്ട് അനി കേൾക്കാനെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിനി അധിക കാലമൊന്നുമില്ല, അതുകൊണ്ട് അച്ഛനായ നീ തന്നെയാണ് ഇനി ഓരോ കാര്യങ്ങളും നിന്ന് ചെയ്യാനുള്ളതെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനി പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കാര്യമല്ലല്ലോ വിഷയം, ഇവിടെ ഏട്ടത്തി വരാത്തതിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് അവിടേക്ക് വരികയാണ്. ആദർശിൻ്റെ ചോദിക്കുകയാണ്, നീ ദേവയാനിയെ വിളിച്ചു വന്നു. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ന്. ദേവയാനിയെ കണ്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി കാറിൽ വന്ന് ഇറങ്ങുന്നത്. ദേവയാനിയാണ് കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതാ ദേവയാനി വന്നല്ലോ. അതിനുശേഷം പുറകിൽ നിന്നാണ് നയന ഇറങ്ങുന്നത്. ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ട് നയന എൻ്റെ കൂടെ വിട്ടില്ലല്ലോ, ഇപ്പോൾ അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ കൂടെ വിട്ടല്ലോ, അപ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്നിങ്ങനെ ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ്. ദേവയാനിയും നയനയും കൂടി കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അമ്പലത്തിൽ തന്നെയാണ് ഞാൻ പോയത്, പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ദേവി എന്നെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് ഇവളെയും കൂടി കൊണ്ടിങ്ങ് വരണമെന്ന്. ഇവിടെ ഇവളില്ലാതെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരുടെ വിഷമം കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ പോയി ചെന്ന് വിളിച്ചതെന്ന്. അജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി നയനമോളെ സ്നേഹിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നല്ലേ അവർ പറഞ്ഞിരുന്നതെന്ന്, നയനയുടെ അച്ഛനും അമ്മയെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനി നയനയെ സ്നേഹിച്ചോളാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് നയനയെ ഇങ്ങോട്ട് വിട്ടതെന്ന്. അപ്പോൾ ദേവയാനി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ മരുമകളെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചോ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഞാൻ ഇവളെ അങ്ങനെയൊന്നും സ്നേഹിക്കത്തില്ല, അവളുടെ അച്ഛനെ അമ്മയുടെ മുമ്പിൽ വെച്ച് മാത്രമേ ഞാൻ അവളെ സ്നേഹിക്കത്തുള്ളൂ എന്ന്. നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മ വാക്ക് കൊടുത്തതാണ് എന്നെ സ്നേഹിച്ചോളാമെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചോളാമെന്നല്ലേ വാക്ക് കൊടുത്തത്, അതിനെന്താ കുഴപ്പം. പിന്നീട് ദേവയാനിയുടെ സംശയം ആദർശനാണെങ്കിൽ സംശയത്തോടെയാണ് നോക്കുന്നത്. ആദർശന് എന്തോ സംശയം തോന്നുകയാണ്.
ദേവേനി പറയുന്നുണ്ടായിരുന്നു ആദർശിനാണെങ്കിൽ നയന ഇല്ലാത്തതുകൊണ്ട് ഉറക്കമൊന്നുമില്ല, ഉറക്കമില്ലാതെ ഇനി അത് കമ്പനിയിൽ ബിസിനസ്സിനെയൊക്കെ ബാധിക്കില്ലേ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നയനയെ വിളിക്കാൻ പോയതെന്ന്. പിന്നെ നയന വന്നതിൽ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതിന് ശേഷം മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോള് വന്നല്ലോ, അതുകൊണ്ട് മോൾ വന്നതിൽ ഒരുപാട് സന്തോഷമായി, ഇനി മോൾ അകത്തേക്ക് ചെല്ലുമെന്ന് പറയുകയാണ്. പിന്നെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒരാളുടെ മുഖം തെളിഞ്ഞതെന്ന്. മുത്തശ്ശിനെ നോക്കിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞത്. അപ്പം മുത്തശ്ശനും പറയുകയാണ് എൻ്റെ കാര്യം മാത്രമല്ലല്ലോ ഇയാളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന്. അതിനകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ദേവയാനി നയനയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാം. ഇതൊക്കെ ആദർശ് നോക്കുകയാണ്. ആദർശിന് എന്തൊക്കെ ഒരു സംശയം തോന്നുകയാണ് ദേവയാനിയുടെ നയനയുടെ പെരുമാറ്റത്തിൽ. ആദർശ് മനസ്സിൽ ഓർക്കുകയാണ് എൻ്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ, എനിക്കത് സഹിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന്. എന്നിട്ട് ആദർശ് അമ്മയുടെ അടുത്ത് പറയുകയാണ് അമ്മ ഇത്രയും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നയനയുടെ അടുത്ത് നിന്ന്. ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടി താഴ്ന്നു കൊടുത്തതിന് ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നീട് ജലജയും ജാനകിയാണ് കാണിക്കുന്നത്. ദേവയാനി അമ്പലത്തിൽ പോയിട്ട് വന്നില്ലല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഏട്ടത്തി ഇതുവരെയ്ക്കും അമ്പലത്തിൽ പോയിട്ട് വന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന അവിടെ വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവർക്ക് നയനയെ കാണുമ്പോൾ ഒരു ഞെട്ടലാണ്. അപ്പോൾ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവർ ചോദിക്കുകയാണ്. നയന പറയുകയാണ് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, നിങ്ങളിപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ഏട്ടത്തിയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. നയന പറയുന്ന അവർക്ക് വിശ്വാസമാവുന്നില്ല. അവർ ചോദിക്കുകയാണ് ഏട്ടത്തിയാണോ നിന്നെ വന്ന് വിളിച്ചതെന്ന്, ഏട്ടത്തി നിന്നെ സ്നേഹിക്കാതെ നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങോട്ട് വിടുന്നില്ലെന്നല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മ വാക്ക് കൊടുത്തിരുന്നു എന്നെ ഇനി സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞ്. എന്നിട്ട് നയന പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയുടെ മുമ്പിൽ കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചോളാം എന്നാണ് അമ്മ വാക്ക് കൊടുത്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി ചോദിക്കുകയാണ് നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനെന്ന്. അപ്പോൾ അതിന് ചോദിക്കണം ഞാനെന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്നതിന് നാണിക്കുന്നതെന്ന്. പോരാത്തതിന് എൻ്റെ ഭർത്താവിന് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന്, പിന്നെ എന്തിനാണ് നിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നീ അവരെ കൂടെ പോയെന്ന് ചോദിക്കുമ്പോൾ നയന പറയുകയാണ് എനിക്ക് കാര്യമൊന്നും അപ്പോൾ അറിയത്തില്ലായിരുന്നല്ലോ, ഞാൻ അവിടെ പോയതിന് ശേഷമല്ലേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് എന്ന്. ആദർശേട്ടൻ എന്നെ വന്ന് വിളിച്ചപ്പോൾ വരാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും പോകാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടത്തിക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്. ആദർശിൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും ഏട്ടത്തി നയനയെ പോയി വിളിക്കാൻ പോയതെന്ന് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജലജ പറയുന്നുണ്ടായിരുന്നു നവ്യയും നയനയും പോയതിൽ ആശ്വസിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ വീണ്ടും അവൾ കയറി വന്നല്ലോ നയന എന്ന്. സമാധാനം പോയി കിട്ടിയെന്ന്. അപ്പോൾ ജാനകിയുടെ കാര്യം അതൊക്കെ തന്നെയാണ്. അതിനുശേഷം അബിയുടെ അടുത്ത് ജലജയാണെങ്കിൽ ഈ കാര്യം വന്ന് പറയുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന അതിനേക്കാളും ടെൻഷനിലാണ് അബി ഇരിക്കുന്നത്. അവൾ വന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇപ്പോൾ നമ്മളൊന്നും ഒരു പൊടിക്ക് ഒതുക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് അബി പറയണേ. അപ്പോൾ ജലജ ചോദിക്കുകയാണ് നിനക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അത് എന്നോട് കൂടി എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ അബി പറയുകയാണ് അത് ഞാൻ പറയാതെ തന്നെ വൈകാതെ അമ്മ അറിയുമെന്ന്, അതുകൊണ്ട് എൻ്റെ അടുത്ത് കൂടുതലൊന്നും ചോദിക്കരുത് അമ്മ. അപ്പോൾ ജലജ ചോദിക്കേണ്ടായിരുന്നു നീ കമ്പനിയിൽ വല്ല തിരിമറിയും നടത്തിയോന്നു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോകും, പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ നീ പുറത്താവും എന്നൊക്കെ പറയുകയാണ്. അബി പറയുകയാണ് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താവും എന്നുള്ളതാണ് എൻ്റെ പേടിയെന്ന്. അപ്പോൾ അബിയാണെങ്കിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയാതിരിക്കുമ്പോൾ ജലജയ്ക്കും ആൾക്ക് ടെൻഷനാണ്, ഇനി നമ്മളെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല, അതുകൊണ്ട് നവ്യനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന്. അബി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജലജയാണെങ്കിൽ ഇവൻ എന്ത് പറ്റിയെന്ന് അറിയാതെ ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് ആദർശിനെയും നയനയെയാണ് കാണിക്കുന്നത്. ആദർശ് നയനയും കൂടി സംസാരിക്കുകയാണ്. ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് ദേവയാനി വിളിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെയാണ് ആദർശ് നയനയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, അമ്മ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ആളാണ്, അമ്മ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കത്തില്ല, പിന്നെ എന്താ അമ്മയ്ക്ക് പറ്റിയെന്ന് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അമ്മ എപ്പോഴാണ് നിന്നെ വിളിക്കാൻ വന്നതെന്നൊക്കെ നയനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നയന പറയുകയാണ് അമ്മ ഇപ്പോഴേ വിളിക്കാൻ വന്നിട്ടുള്ളൂ എന്ന്. അമ്മ ഇവിടെ നിന്ന് അമ്പലത്തിൽ പോകുന്നത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്, പിന്നെ എപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുകയാണ് അമ്മ അമ്പലത്തിൽ തന്നെയായിരുന്നു പോയത്, ഞാൻ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും അമ്മ അങ്ങോട്ട് പോയത്, പിന്നീട് അമ്മയുടെ മനസ്സ് മാറിയായിരിക്കും എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് എന്ന്. ഇങ്ങനെയൊക്കെ നയന പറയുന്നെങ്കിലും ആദർശിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് നീ തിരിച്ചു വന്നപ്പോൾ അമ്മ നിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്ന്. അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, തിരിച്ചു വരുന്ന സമയത്ത് അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നത്, നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഡിമാൻഡ് ചെയ്യുകയാണോ എന്ന്. ഓരോന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ആദർശിനാണെങ്കിൽ ദേവേനിയുടെ മാറ്റമൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദർശ് പറയുകയാണ് അമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ നയനയെ സമ്മതിക്കുകയാണ് അമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. എന്നിട്ട് നയന പറയുകയാണ് എനിക്ക് എന്തായാലും ഇപ്പോൾ ആദർശേട്ടൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റുന്നല്ലോ, അത് തന്നെ എൻ്റെ വലിയ ഭാഗ്യം, അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു നവ്യേച്ചിനെ കാണാനായിട്ട് അബി അങ്ങോട്ട് വന്നിരുന്നു, എന്നിട്ട് നവ്യേച്ചിയുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് അബി പെരുമാറിയിരുന്നതെന്ന്.
അതിനി ഒരു അഭിനയമാവാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ നയന പറയുമ്പോൾ ആദർശ് മനസ്സിൽ ഓർമ്മിക്കുകയാണ് എല്ലാവരും അഭിനയിക്കുകയാണ്, ആരൊക്കെ കോമാളികളാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അതൊക്കെ ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ആദർശ്. പിന്നീട് നയനയ്ക്കാണെങ്കിൽ അവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സന്തോഷം നിൽക്കുന്ന നയനയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.